നമസ്കാരം. പ്രദർശനം ഡോക്യുമെൻ്ററിയുടെ ഭാഗമായുള്ള പ്രദർശനം അറ്റ് 5:30 എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സമൂഹത്തിലെ വിശ്വാസങ്ങളെപ്പറ്റിയും വിശ്വാസങ്ങളിലെ അനാചാരങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ ചർച്ചാ വിഷയം ശിവക്ഷേത്രത്തിൽ ധാര ചെയ്യുന്നതിനെ പറ്റിയാണ്. എന്തിനാണ് നമ്മൾ ശിവക്ഷേത്രത്തിൽ ധാര ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ള ഭഗവതി ക്ഷേത്രങ്ങളും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളൊന്നും ധാര ചെയ്യാത്തത്? ധാര ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ധാര ശിവക്ഷേത്രത്തിൽ ചെയ്യാറുള്ളത്? എന്ത് മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ആവാഹിച്ചുകൊണ്ടാണ് മേൽശാന്തി ശിവക്ഷേത്രത്തിൽ ധാര ചെയ്യുന്നത്? വെറുതെ നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ കാണാം, ശിവലിംഗത്തിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു പാത്രം കാണാം. ആ പാത്രത്തിൽ ഒരു ദർഭപ്പുല്ല് ശിവൻ്റെ ശിരസിലേക്ക് വെച്ചത് കാണാം. അതിൽ കൂടെ വെള്ളം ധാരധാരയായി, അതായത് ഇടതടവില്ലാതെ ധാരധാരയായി എന്ന് പറയുന്നില്ലേ, അതായത് ഇങ്ങനെ ഒരു ഇടതടവില്ലാതെ നമ്മൾ ധാര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ശിരസിലേക്ക്. ക്ഷിപ്രകോപിയാണ് ശ്രീപരമേശ്വരൻ. കാലൻ്റെ കാലനാണ് ആര്? ശ്രീപരമേശ്വരൻ. കാലനെ മതിച്ച ആളെന്നാ ശ്രീപരമേശ്വരനെ പറ്റി പറയാം. അതേപോലെ തന്നെ ശ്രീപരമേശ്വരൻ ഭക്തനെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട, എൻ്റെ അടുത്ത് വരുന്ന ഭക്തനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ്. ആത്മാർത്ഥമായി വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളാണ് അതിന് ശ്രീപരമേശ്വരൻ. ആപത്ത് ഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാം, പല ജ്യോത്സ്യന്മാരും നിങ്ങൾക്ക് ഒരു ആപത്ത് ഘട്ടമുണ്ടായാൽ, ഒരു വലിയൊരു വിപത്ത് അല്ലെങ്കിൽ വലിയൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിഷമത്തെ തരണം ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പിൻവിളക്ക്, ധാര, മൃത്യുഞ്ജയമൊക്കെ കഴിക്കാൻ പറയും. ക്ഷേത്രങ്ങളിൽ, മഹാദേവ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഇത് കഴിക്കൂ, പെട്ടെന്ന് തന്നെ കഴിക്കണം എന്ന് പറയും. അപ്പോൾ അത് ധാര ചെയ്യുന്നത് മേൽശാന്തി, ഗംഗാ, യമുന അങ്ങനെ തുടങ്ങി ഉള്ള മന്ത്രങ്ങളും വരുണദേവനെയും ഒക്കെ, അതേപോലെ തന്നെ മൃത്യുഞ്ജയ ശ്രീപരമേശ്വരനൊക്കെ ആവാഹിച്ചിട്ടാണ്, ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ധാര ചെയ്യുന്നത് ക്ഷേത്രത്തിൽ. അതായത് മഹാദേവ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ. മൃത്യുഞ്ജയ ശിവനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ധാര ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും മനസ്സിലാക്കുക, ഞാൻ മനസ്സിലാക്കിയ വിഷയങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മൃത്യുഞ്ജയ ശിവനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ധാര ചെയ്യുന്നത്. പലർക്കും അറിയില്ല, പലർക്കും ആ ഒരു പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മളെ ശിവൻ്റെ രൂപം നിങ്ങൾ നോക്കൂ. ശിവൻ്റെ ലിംഗം, ശിവലിംഗത്തിൻ്റെ ആകൃതി, അതായത് ഏറ്റവും കൂടുതൽ എനർജി എനർജി ശേഖരിച്ച് വെച്ചിരിക്കുന്ന അതിനെയാണ് ശിവലിംഗം. ഇത്രയും പവറാണ് ആ ലിംഗത്തിന്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളെ വീട്ടിലുള്ള ഗ്യാസ്, അതേപോലെ തന്നെ ബോംബിൻ്റെ ആകൃതി, റോക്കറ്റിൻ്റെ ആകൃതി, ഇതൊക്കെ തന്നെ ശിവലിംഗത്തിൻ്റെ ആകൃതിയായിരിക്കും. അതെന്താണ് അതിൻ്റെ അർത്ഥം, മീനിങ് ഉപയോഗിക്കുന്നത്? ഏറ്റവും കൂടുതൽ നമ്മൾ ബോംബാണെങ്കിലും റോക്കറ്റ് എന്താണെങ്കിലും തന്നെ, അതിൽ ഗ്യാസ് ആണെങ്കിലും ഒക്കെ തന്നെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് എനർജി ശേഖരിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഈ എനർജി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആകൃതി ഏകദേശം ശിവലിംഗത്തിൻ്റെ മാതിരിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത്രയ്ക്കും പവറായിരിക്കും. നമ്മൾ വരുന്ന ഭഗവാന്റെ മുന്നിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ആ നമ്മളെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ ഒരൊറ്റയടിക്ക് അബ്സോർവ് ചെയ്യിപ്പിക്കാൻ ശിവലിംഗത്തിൽ നിന്ന് വരുന്ന ആ എനർജിക്ക്, പോസിറ്റീവ് എനർജിക്ക് കഴിയും. അതേപോലെ തന്നെ ക്ഷിപ്രഗോപിയാണ് ശ്രീപരമേശ്വരൻ. ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥന വയ്ക്കുമ്പോൾ, ഭഗവാനെ തൊഴുമ്പോൾ, ഭഗവാന്റെ നാലമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ വളരെയധികം നിശബ്ദമായിരിക്കണം. ഓം പഞ്ചാക്ഷരി മന്ത്രം മാത്രമേ നമ്മൾ ജപിക്കാൻ പാടുള്ളൂ. മിക്കവരും നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കാണാൻ, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വന്ന കഥയും വണ്ടി പെട്രോൾ അടിച്ച കഥയും ഫാമിലി ആയിട്ടുള്ള മറ്റുള്ള സുഹൃത്തുക്കളെ കാണുമ്പം, കുട്ടികളാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന ഇപ്പോൾ ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോളേജിലെ കഥകൾ പറയുന്നതും, അതേപോലെ തന്നെ അമ്മമാരാണെങ്കിൽ മറ്റുള്ള കുട്ടികൾ അവരെ മക്കളെ കഥകളും വീട്ടിലെ കഥകളൊക്കെ തന്നെയാണ് ചില ആൾക്കാരൊക്കെ അമ്പലത്തിൽ പോകുന്നത്. ഇപ്പം മിക്ക സ്ഥലത്തു നിന്നൊക്കെ മേൽശാന്തി തന്നെ പറയാറുണ്ട്, ഇവിടുന്ന് പഞ്ചാക്ഷരി മന്ത്രം മാത്രമേ ജപിക്കാൻ പാടുള്ളൂ, ഇവിടുന്ന് സംസാരം പാടില്ല. മിക്ക സ്ഥലത്തും എഴുതിച്ച് കാണാം, നമ്മളെ ക്ഷേത്രത്തിലൊക്കെ ഭിത്തിയിൽ എഴുതിച്ച് കാണാം, നിശബ്ദത പാലിക്കുക, പഞ്ചാക്ഷരി മന്ത്രം മാത്രം ഇവിടുന്ന് ജപിക്കുക, ഓം നമഃ ശിവായ. കാരണം ഭഗവാൻ അത്രയും ധ്യാനത്തിലാണ് ഇരിക്കുന്നത്. ആ ഭഗവാന്റെ ധ്യാനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബുദ്ധിമുട്ടാക്കുന്നത്. നമ്മൾ ഭഗവാൻ അത്രയും ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ധ്യാനത്തിനൂടെയും നമ്മൾ തടസ്സം സൃഷ്ടിക്കുകയാണ്. അപ്പം ഭഗവാൻ അത്രയും ക്ഷിപ്രകോപിയാണല്ലോ ഭഗവാൻ.
ആ ക്ഷിപ്രകോപിയായിരിക്കുന്ന ആളത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ കളി കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഭഗവാൻ അനുസരിച്ച് അവിടെ നിന്നിട്ടില്ലെങ്കിൽ, അതായത് ഒരു ശ്രീപരമേശ്വരൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ശ്രീപരമേശ്വരൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്താവണം, അത്രയും കറക്റ്റായിട്ട് നമ്മൾ ചിട്ടാവട്ടങ്ങളൊക്കെ അനുസരിച്ച് വേണം ചെല്ലാൻ. ഭഗവാന് നിങ്ങൾ പിന്നെ തലേ നയിച്ചിട്ട ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇട്ട് വരുന്നത് ഭഗവാൻ ഇഷ്ടമല്ല. നിങ്ങൾ മേൽശാന്തിനുമാരോടോ തന്ത്രിമാരോടോ ഒക്കെ ചോദിച്ചാൽ അറിയാം, ഭഗവാൻ അങ്ങനത്തെ ഇഷ്ടപ്പെടില്ല. ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പം ശുഭവസ്ത്രത്തിലും മനസ്സ് ശരീരം അതേപോലെ തന്നെ നിങ്ങളെ വസ്ത്രങ്ങളും ശുദ്ധിയാക്കിയിട്ട് വേണം വരാൻ. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് പോകാവൂ. അല്ലാണ്ട് ഒരു ശ്രീപരമേശ്വരൻ്റെ അടുത്ത് പോയി തൊഴാനൊന്നും നമ്മൾ മിക്കവാറും നമ്മൾ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും അത്. നിങ്ങൾക്ക് ഫലം ഉണ്ടാവില്ല. ഇതൊക്കെ തന്ത്രിമാരോടൊക്കെ ചോദിച്ചാൽ തന്ത്രിമാർ പറഞ്ഞു തരും. മിക്ക തന്ത്രിമാർക്കും സമയമല്ല. ഇപ്പം പൂജാ കാര്യങ്ങളൊക്കെയാണ് തന്ത്രിമാരൊക്കെ ഒരുപാടും മേൽശാന്തിമാരൊക്കെ തിരക്കിലാവുന്നതുകൊണ്ട് നമ്മളോട് ഇങ്ങനെ സംവദിക്കാനോ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരാനൊന്നും സമയമില്ല. അതൊരു വാസ്തവമാണ്, അവരെ ജോലിയുടെ ഭാഗം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് അതിൻ്റെ ഫലം കിട്ടുള്ളൂ. നമ്മൾ ഈ ധാര നടത്തുന്നത് മൃത്യുഞ്ജയ ശിവന് വേണ്ടിയിട്ടാണ്. മൃത്യുഞ്ജയ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീപരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കൈകളുള്ള ആളാണ്. ഭഗവാൻ 8 കൈകളുള്ള ആളാണ് ഒരു ശ്രീപരമേശ്വരൻ. ആ ഭഗവാൻ തൻ്റെ കൈകളോട് തൻ്റെ ശിരസിലേക്ക് ഈ അമൃതജലം എടുത്തിട്ട് ഒഴിക്കുകയാണ്. തുടർച്ചയായി ഇടതടവില്ലാതെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരധാരയെന്ന് പറയല്ലേ, അതാണ് നമ്മൾ ശിവലിംഗത്തിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് ആ പാത്രത്തിന് പിന്നെ ഒരു ദർഭപ്പുല്ല് നമ്മളെ ശിവൻ്റെ ശിരസിലേക്ക് വെച്ചിട്ട് ആ ദർഭപ്പുല്ല് ഇട്ടിട്ട് ഇങ്ങനെ ഇടതടവില്ലാതെ ഇട്ടിട്ട് ഇങ്ങനെ ശിവൻ്റെ ശിരസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ മേൽശാന്തി ഗംഗ യമുന എന്ന് പറഞ്ഞിട്ടുള്ള സ്രോതങ്ങളൊക്കെ അതും ചൊല്ലി പുണ്യാഹമാക്കി. അതേപോലെ തന്നെ വരുണദേവനെ ആവാഹിച്ച്, അതേപോലെ തന്നെ മൃത്യുഞ്ജയ ശിവനൊക്കെ ആവാഹിച്ചിട്ടാണ് മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് ഈ ധാര ചെയ്യുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു പാത്രത്തിൽ ഇത്ര വെള്ളം ഒഴിച്ചിട്ട് ശിവൻ്റെ തലയിലേക്ക് ശിവൻ്റെ ശിരസിലേക്ക് ഒഴിക്കല്ല. അതൊരു ധാരധാരയായിട്ടേ പോവുക, ഒന്നിച്ചൊഴിക്കാനൊന്നും പാടില്ല. ക്ഷിപ്രകോപിയാണ് ശ്രീപരമേശ്വരൻ. അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് സമയാക്രമ രീതി ചെയ്യുന്നില്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാവില്ല. അപ്പം മൃത്യുഞ്ജയ ശിവപരമേശ്വരൻ ഈ ഒരു കൈകളിൽ നിന്ന് പിന്നെ ഒഴിക്കുന്നു. എൻ്റെ 8 കൈകളിൽ അമൃതജലം ഉണ്ടാവും. ഈ അമൃതജലം അമൃത കുംഭം ഉണ്ടാവും. എല്ലാ 8 കൈകളിൽ തൻ്റെ 2 കൈകളിൽ അമൃത കുംഭം ഉണ്ടാവും. പിന്നുള്ള 2 കൈകളിൽ അമൃതകുംഭം നിറച്ച് വെച്ചിട്ടുണ്ടാവും. 2 കൈകളിൽ ഈ 2 കൈകളിലെടുത്ത് ഭഗവാൻ തൻ്റെ ശിരസിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്ന് കഴിയുമ്പോൾ സമയത്ത് മറ്റേതെടുത്തിട്ട് വീണ്ടും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 കൈകളിൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 കൈകളിലുണ്ട്, അതും ഭഗവാന്റെ ശിരസിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 4 കൈകളായി. ഇത് ഇങ്ങനെ ഭഗവാൻ ഇതിൻ്റെ അമൃതജലം തൻ്റെ ശിരസിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ഇങ്ങനെ ഇടതടവില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 4 കൈകളിൽ 2 കൈകളിൽ ഒഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന 2 കൈകളിലുണ്ട് ആ അമൃതജലവും എടുത്തിട്ട് തൻ്റെ ശിരസിൽ ഒഴിക്കുന്നു. അതിങ്ങനെ ഓരോന്ന് കഴിഞ്ഞതിനനുസരിച്ച് ഒന്നിലേക്ക് നിറയ്ക്കുന്നു. അങ്ങനെ ശിരസിലേക്ക് നിറയ്ക്കുന്നു. അത് ശിരസിൽ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 4 കൈകളിൽ ഇപ്പം അതിന് ശേഷം വരുന്ന 2 കൈകളിൽ ആ 2 കൈകളിലേക്ക് മറ്റതിൽ അമൃതജലം ഓയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അത് ഇതിലേക്ക് ഒഴിക്കുന്നു. അതൊന്നും എടുത്തിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു, തൻ്റെ ശിരസിലേക്ക് ഒഴിക്കുന്നു. പിന്നെ 6 കൈകളിലായി ഈ അവസാനം വരുന്ന 2 കൈകളിൽ ഒരു കൈയിൽ പരശുവും ഒരു പരശുവിൽ മാനുമാണ് ധരിച്ചിരിക്കുന്നത്. മാനിനെയുമാണ് ധരിച്ചിരിക്കുന്നത്. പരശു എന്ന് പറഞ്ഞാൽ മഴു. അപ്പോൾ ആ ഒരു പ്രക്രിയ എങ്ങനെ ഇടതടവില്ലാതെ ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയയാണ്, അത് ആ സങ്കല്പം വെച്ചിട്ടാണ് ക്ഷേത്രത്തിൽ മേൽശാന്തി എന്ത് ചെയ്യുന്നത്, ധാര ശിവൻ്റെ ശിരസിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മന്ത്രങ്ങളൊക്കെ ചെയ്ത് വരുണദേവനെയും മൃത്യുഞ്ജയ ശിവനെയും അതേപോലെ തന്നെ ഈ ഗംഗായമുനാക വരിയങ്ങ ആ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ആവാഹിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ധാരയ്ക്ക് മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ആ മന്ത്രങ്ങളുടെ ബലം കൊണ്ട് ആ ശക്തി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ധാരക്ഷേത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ 2 കൈകളിൽ ആദ്യം 2 കൈകളിൽ അമൃതകുംഭം ഉണ്ടാവും. ആ അമൃതകുംഭങ്ങളിൽ പിന്നെ ജലം എടുത്തിട്ട് ഭഗവാന്റെ ധാരയിലേക്ക് ഒഴിക്കുന്നു. രണ്ടാമത് ഉള്ള കൈകളിൽ നിന്ന് ഇതിൽ അമൃതകുംഭം കുംഭത്തിലെ ജലം തീർത്ഥം ഭഗവാന്റെ ശിരസിലേക്ക് ഒഴിക്കുന്നതോടുകൂടി അടുത്തുള്ള കൈകളിലെ രണ്ടാമത്തെ 2 കൈകളിൽ നിന്ന് ആ ഇതിലേക്ക് നിറയ്ക്കുന്നു. അതെടുത്ത് വീണ്ടും ഒഴിക്കുന്നു. അതിനുശേഷം പിന്നെയും ആ ഒരു പ്രക്രിയ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇടതടവില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു.
ഇതാണ് ഈ ഒരു സങ്കല്പം വെച്ചിട്ടാണ് നമ്മൾ ധാര ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ആള് ശ്രീപരമേശ്വരൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ശ്രീകൃഷ്ണനോ ഭഗവതിയോ ഒന്നും തന്നെ ഈ ഒരു പ്രക്രിയയിൽ ചെയ്യുന്നില്ല. ഭഗവാന്റെ 2 കൈകളിൽ പിന്നെ അമൃതകുംഭങ്ങളിൽ ആ അമൃതകുംഭങ്ങൾ എടുത്തിട്ട് ധാരയിൽ നമ്മുടെ ശിരസിലേക്ക് ഒഴിക്കുന്നു. പിന്നെ 2 കൈകളുണ്ട്, ആ 2 കൈകളിൽ എടുത്തത് ഇതിലേക്ക് ഒഴിക്കുന്നു, പിന്നെയും ശിരസിലേക്ക് ഒഴിക്കുന്നു. പിന്നെ 2 കൈകളിലുള്ളത് ഭഗവാന്റെ മടിയിലാണ് വെച്ചിരിക്കുന്നത്. 6 കൈകളായി. ആ മടിയിൽ വെച്ചിരിക്കുന്ന കുംഭം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എടുത്തിട്ട് ഈ ഒരു പ്രക്രിയ അതിനുശേഷം വരുന്ന 2 കൈകളിലാണ് എന്തുള്ളത്, ഒരു കൈയിൽ പരശുവും ഒരു കൈയിൽ മാനുമുള്ളത്, മാനിനെയും ധരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ 8 കൈകളിലാണ് മൃത്യുഞ്ജയ ശിവനുള്ളത്. അപ്പം നമ്മൾ ക്ഷേത്രങ്ങളിൽ നമ്മളെ ചില ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കാം, നിങ്ങൾ ഈ ഒരു പിന്നെ വഴിപാട് പെട്ടെന്ന് നടത്താം. അതെന്തുകൊണ്ടാണ് നടത്തുന്നത്? അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പം സർവം എന്തിനേയും കാലൻ്റെ കാലത്ത് ഞാൻ നേരത്തെ പ്രതിപാദിച്ചു, അതുപോലെ തന്നെ എന്തിനേയും സംഹരിക്കാൻ, അതല്ലെങ്കിലും എന്ത് ദോഷങ്ങളെയും കാലദോഷങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ആളാണ് ശ്രീപരമേശ്വരൻ. അപ്പോൾ ശ്രീപരമേശ്വരനെ ആ പ്രക്രിയയ്ക്ക് നമുക്ക് വന്ന ആപത്തിനെ തടുക്കാൻ ശ്രീപരമേശ്വരനെ കഴിയുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രീപരമേശ്വരനെ ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ ഹോമം ഒക്കെ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ കേട്ട ചിലർക്ക് അറിയാം, ചില ആളുകൾ മരിക്കാതെ കിടക്കുന്ന സമയത്തൊക്കെ ഒരു ജീവശവമായിട്ട് കിടക്കുന്നതിലായിരിക്കും. അവർക്ക് തന്നെയും രോഗിക്ക് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്ന്. കാരണം ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ തന്നെ കിടക്കുകയും അത്രയും പ്രായങ്ങളൊക്കെ ഉണ്ടാവും. പ്രായ ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്ന. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും നിങ്ങൾ ചില ആളുകൾക്കൊക്കെ തിരുമേനിമാരും മേൽശാന്തിമാരും തന്ത്രിമാരൊക്കെ പറയുന്നത് കാണാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇയാളെ പേരിൽ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തും. ജീവിക്കാനുള്ളതാണെങ്കിൽ ഭഗവാൻ ജീവിപ്പിക്കും, പോകാനുള്ളതാണെങ്കിൽ ഭഗവാൻ അവർ ഈ ലോകത്ത് നിന്ന് തന്നെ സ്വർഗ്ഗലോകത്തേക്കൊക്കെ പോകും. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ, അതിൻ്റെ ഒരു ഫലം, അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖം പെട്ടെന്ന് ഭേദമാകാനാണെങ്കിലും നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ എന്ന് പറയും. ഫലം ഉണ്ടാവുമല്ലോ എന്നുള്ളതല്ല, നമ്മൾ ആ പ്രക്രിയ ചെയ്തു നോക്കുക. ചിലവർ 3 മൃത്യുഞ്ജയ ഹോമമൊക്കെ ചെയ്യാൻ പറയും. ഓരോ ക്ഷേത്രങ്ങളിലും മൃത്യുഞ്ജയ ഹോമത്തിന് പല വിധത്തിലുള്ള പണമാണ് വാങ്ങുന്നത്. അത് ഓരോ ക്ഷേത്രങ്ങളെയും ചെയ്യുന്ന രീതിയൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ ചില ആളുകൾക്ക് വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഈ മൃത്യുഞ്ജയ ഹോമ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു പ്രക്രിയ ഇടതടവില്ലാതെ ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഭഗവാന്റെ ശിരസിലേക്ക് ഈ അമൃത കുംഭങ്ങളിലെ ജലം അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശിരസിലേക്ക്. ആ ഒരു പ്രക്രിയയ്ക്കുള്ള സങ്കല്പം വെച്ചിട്ടാണ് ക്ഷേത്രത്തിൽ മേൽശാന്തിമാർ ധാര ചെയ്യുന്നത്. നമ്മൾ ഇനി എന്തെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ധാരയൊക്കെ ചെയ്യാൻ. നമ്മൾ ഒരു കാര്യം അറിഞ്ഞ് പോയി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായ ഫലങ്ങളുണ്ടാവും. നമ്മളൊരു കാര്യം അറിയാതെ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്ന സമയത്ത് നമ്മളെ പണം പോവുകയുള്ളൂ. നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മളതിൻ്റെ പറ്റി മനസ്സിലാക്കാതെ ചെയ്യുന്ന സമയത്ത്, ഉൾക്കൊള്ളാതെ ചെയ്യുന്ന സമയത്ത് അതിനൊരു ഫലം പൂർണ്ണമായി കിട്ടിക്കൊള്ളുന്നില്ല. മിക്ക പലരും എല്ലാവർക്കും ഉണ്ടാകുന്ന, പിന്നെ ക്ഷേത്രത്തിൽ പിൻവിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ പ്രതിപാദിച്ചതാണ്. കുറേ ക്ലാസ് നമ്മൾ അതിൻ്റെ ഒരു ചർച്ച നമ്മൾ നടത്തിയതാണ്. അറിയുന്ന കാര്യങ്ങൾ നമ്മളത് സംവദിച്ചതാണ്, പറഞ്ഞതാണ്. നമുക്ക് ഒരു 4-5 ദിവസത്തെ ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പ് നമ്മളെ പരിപാടിയിൽ വന്നു. അത് നമ്മൾ ചാത്തമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി, ഈ ആഴ്ച 4ാമത്തെ ഡോക്യുമെൻ്ററിയാണ് ഞാൻ സംവിധാനം ചെയ്യുന്ന 4ാമത്തെ ഡോക്യുമെൻ്ററിയാണ്. ചാത്തമംഗലത്തിൻ്റെ, കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്തിൻ്റെ ചരിത്രവും ചാത്തമംഗലത്തെ കാർഷിക ഗ്രാമങ്ങൾ, പരമ്പരാഗത തൊഴിലുകൾ, അവിടുത്തെ ജീവിത രീതികൾ, സംസ്കാരം, പിന്നെ അതേപോലെ തന്നെ കാർഷിക വിഭവങ്ങൾ, തിറയാട്ട കലാസമിതികൾ, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, പിന്നെ പണ്ടത്തെ പ്രതാപികളായ അവിടെയൊക്കെ കുടുംബങ്ങൾ, അതേപോലെ തറവാടുകൾ, ഇത്രയും കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ട് ജാതി മത ഭേദമന്യേ
അവിടെ വന്ന പള്ളികൾ ഏതൊക്കെയാണ്, ആദ്യമായിട്ട് വന്ന പള്ളി ഏതാണ്, ആദ്യമായിട്ട് ഉത്സവം നടക്കുന്ന മലബാറിലെ ഏറ്റവും ആദ്യം ഉത്സവം നടക്കുന്ന സ്ഥലം ഏതാണ്, ഏറ്റവും അവസാനം ഉത്സവം നടക്കുന്ന സ്ഥലം ഏതാണ്, പിന്നെ അങ്ങനെ അത്രയും തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയും പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് പ്രദക്ഷിണത്തിൻ്റെ 4ാമത്തെ ഡോക്യുമെൻ്ററിയായ കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്തിൻ്റെ ചരിത്രവും ചാത്തമംഗലത്തിൻ്റെ വിശേഷങ്ങളും അടങ്ങിയിരിക്കുന്ന ഡോക്യുമെൻ്ററി. അത് അടുത്ത ആഴ്ച റിലീസാവുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പരസ്യങ്ങൾ എടുക്കുന്നുണ്ട്. പരസ്യങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഓഫീസ് നമ്പറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, എൻ്റെ നമ്പറിലോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ളൊരു പരിഹാരം ഉണ്ടാകുന്നതാണ്. കൂടുതൽ പരസ്യം നമുക്ക് എടുക്കാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ വീഡിയോ പരസ്യം കൂടുതൽ എടുത്ത സമയത്ത് നമ്മുടെ പ്രേക്ഷകരിൽ പലരും തന്നെ നമ്മളോട് പല അഭിപ്രായങ്ങളും പറഞ്ഞു. കാരണം ഇങ്ങനെ പരസ്യം കാണുന്ന സമയത്ത് ഞങ്ങൾ ഡോക്യുമെൻ്ററിയുടെ ഫ്ലോ അങ്ങ് പോയിപ്പോവും. കാരണം ഞങ്ങൾ അതിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു പരസ്യത്തിലേക്കോ മറ്റൊരിതിലേക്കോ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പരസ്യങ്ങൾ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം തൊട്ടിട്ട് ബാനർ ടൈപ്പ് വീഡിയോ പരസ്യങ്ങളാക്കിയിരിക്കുന്നത്. എല്ലാം തന്നെ വീഡിയോ ടൈപ്പായിട്ടാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വീഡിയോ ആയിട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ബാനർ ടൈപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ കുറച്ച് ഡിലേ വന്നതുകൊണ്ടാണ് 4-5 എപ്പിസോഡ് നമുക്ക് മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു എഡിറ്റിംഗ് സ്ഥലത്ത് എഡിറ്റിംഗ് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ ഞാൻ സംവിധായകൻ എന്ന നിലയ്ക്ക് ഇതിൻ്റെ എല്ലാ കാര്യം, നമുക്കൊരു സിനിമയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടി എന്ത് എഴുതി കഴിഞ്ഞാലും അതിന് മാറ്റം വരുത്താൻ പറ്റും. നമുക്ക് എന്തെങ്കിലും അവിടെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ചില ഭാഗങ്ങൾ കഥാപാത്രത്തെ മാറ്റാൻ പറ്റും. അതിൽ അവിടുത്തെ ആ സ്ഥിതിവിശേഷങ്ങളോ സാഹചര്യങ്ങളോ മാറ്റാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ അത് ചെയ്യുന്നത് പോലെ നമുക്ക് ഒരു ചരിത്രം പറയുമ്പോൾ നമുക്ക് കഴിയില്ല. 8ഓളം ബുക്കുകൾ പഠിച്ചിട്ടും നമ്മളതിനെപ്പറ്റി വിശദമായി പഠിച്ചും അത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നതും നമ്മൾ അത് ഡോക്യുമെൻ്ററി രൂപത്തിലാക്കി വെക്കുന്നതും. ഇതൊക്കെ 1000 കൊല്ലം കഴിഞ്ഞാലും നമ്മളെ യൂട്യൂബിലും നമ്മളെ ഇൻ്റർനെറ്റ് സംവിധാനത്തിലും എന്ത് കിടക്കും. നമ്മളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും 1000 തലമുറ കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അവിടെ തന്നെ മായാതെ കിടപ്പുണ്ടാവും. അപ്പോൾ അതിൽ പങ്കാളികളായ ആൾക്കാർക്കൊക്കെ തന്നെ അതോടനുബന്ധിച്ച ആളുകളൊക്കെ തന്നെ നമ്മൾ എന്നും സ്മരിക്കപ്പെടും. കാരണം നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ് കുറേ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ വിശകലനം ചെയ്യാൻ വേണ്ടി മറ്റൊരു തലമുറ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവർ പരിശോധിക്കും. അപ്പോൾ അതിലൊക്കെ ഉൾക്കൊണ്ട ആൾക്കാരും അനവധി ആളുകളുടെ ബൈറ്റുകളൊക്കെ നമുക്ക് ഈ പരിപാടിക്ക് തന്നിട്ടുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാവരും നല്ല സഹകരണമാണ് ഈ പരിപാടിയും കൊണ്ട്. നമുക്ക് വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ബാനറുകൾ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കെട്ടിയിരിക്കുന്ന ബാനറുകളൊക്കെ നശിപ്പിക്കുന്നത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു വിഷയമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരോട് ഒന്നും പറയാനില്ല. കാരണം ഒന്നുകിൽ നമുക്ക് നമ്മളെ വീടിന് ഉപകാരിയായിരിക്കണം, നമ്മളെ കുടുംബത്തിന് ഉപകാരിയായിരിക്കണം, അതല്ലെങ്കിൽ നമ്മുടെ നാടിന് ഉപകാരിയായിരിക്കണം. ഇത് രണ്ടും അല്ലാത്ത ആളുകൾ നട്ടപ്പാതിരിയൊക്കെ വന്ന് ഇരുട്ടിൻ്റെ മറയിൽ വന്ന് നമ്മളെ ബാനറുകളൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അവരോടൊന്ന് എന്നെ സംബന്ധിച്ച് ആസ് പെർ ഡയറക്ടർ എന്ന ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ അങ്ങനെ തന്നെയെങ്കിലും ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നാടിനും ഉപകാരമില്ല, കുടുംബത്തിനും ഉപകാരമില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനത്തെ കുറേ കുത്തിത്തിരിപ്പ് പരിപാടികൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ ഒരു പണി ചെയ്യുന്നുണ്ടല്ലോ, ഒരു ജോലി നിങ്ങൾ ചെടുക്കുന്നുണ്ടല്ലോ, അക്കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു. അപ്പം അത് നമ്മൾ ഈ ജാതി മത ഭേദമന്യേ തുടങ്ങി ഈ പരിപാടിക്ക് ഇന്ന് 25,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ഡെയിലി ദിനം പ്രതി ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രേക്ഷകർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ 185-ഓളം ഫേസ്ബുക്ക് ചാനലിലൊക്കെ നമ്മൾ ഉണ്ട്. നമ്മൾ മഹാദേവ ക്ഷേത്രങ്ങളിൽ എല്ലാത്തിലുണ്ട്. അതിലുള്ള എല്ലാ ആളുകളൊക്കെ തന്നെ ഈ പരിപാടികൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയാം. ചില ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് എന്തിൻ്റെ കേടാന്നൊക്കെ ചോദിക്കും ഇങ്ങനത്തെ ഡോക്യുമെൻ്ററി ഒക്കെ. അപ്പോൾ 4ാമത്തെ ഡോക്യുമെൻ്ററിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ആങ്കറും നമുക്ക് അതിൻ്റെ സാമ്പത്തിക ചിലവൊക്കെ ബാധിച്ച ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഡിറ്റിങ്ങും ഒക്കെ പറഞ്ഞിട്ട് 1-2 ലക്ഷം രൂപേൻ്റെ ചോടെ നമുക്ക് ചിലവൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളതിൽ പരസ്യത്തിൻ്റെ ആളുകളാണ്, നമുക്കതൊക്കെ മേക്കപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ സഹകരണങ്ങളും കൊണ്ട്. പക്ഷേ ഇങ്ങനെ നമുക്ക് പല ആൾക്കാരും ഉണ്ടാവും. ചില ആൾക്കാർക്ക് പിന്നെ മദ്യമായിരിക്കും, ചില ആൾക്കാർക്ക് കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ആയിരിക്കും, ചില ആൾക്കാർക്ക് എന്തായിരിക്കും, ചില ആൾക്കാർക്ക് ഇങ്ങനെ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുന്നത് ഒരു ലഹരിയായിരിക്കും. അപ്പോൾ നമ്മൾ അതിനൊന്നും ബുദ്ധിമുട്ടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ബാനർ കീറാനോ നമ്മൾ ആ പരിപാടിയെ പറ്റി അതിന് ഓല കെട്ടിയിരിക്കുന്ന അവരൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടും കഠിനാധ്വാനങ്ങളും വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ഈ ഓരോ പരിപാടിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അത് സംവിധാനം ചെയ്യുന്നതും. കാരണം ഇതിനൊക്കെ സംവിധാനം ചെയ്യുന്ന സമയത്തും എഡിറ്റിങ് സമയത്തൊക്കെ നിങ്ങളൊരു ചരിത്രം പറയുമ്പോൾ ആ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും,
ഇതിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതിൻ്റെ വിഷ്വൽസ് നിങ്ങളെ കാണിക്കേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിൻ്റെ ചരിത്രവും പൗരാണിക ക്ഷേത്രങ്ങളുടെ ചരിത്രവും ഇതൊക്കെ പാടെ ചെയ്ത സമയത്ത് നമുക്കതൊരു സിനിമ പോലെ തന്നെ 1000 ആളുകളുടെ ചുവടുള്ള ആളുകൾ നമ്മൾ ആ വലിയൊരു മോണിറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിച്ച സമയത്ത് അത്രയും ആളുകൾ ഒരു വളരെയധികം ആകാംക്ഷയായിട്ട് തന്നെ വളരെയധികം ആ ഒരു മണിക്കൂർ ആ നരിക്കുനിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു മണിക്കൂറുണ്ടായിരുന്നു. അത്രയും സമയത്ത് വളരെയധികം അച്ചടക്കത്തോട് കൂടി ഇരുന്നിട്ടത് കണ്ടു എല്ലാവരും. അപ്പോൾ അത് നമ്മൾ അത്രയ്ക്കും ഇരുന്ന് നമ്മളതിൻ്റെ ഓരോ ചിത്രീകരണം വരുന്ന സമയത്തും ഓരോ ചരിത്രത്തെ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അതിൻ്റേതായ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് അത് അതിൻ്റേതായ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എല്ലാവരും അവിടെ ഇരുന്ന് കാണാൻ തയ്യാറാവുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ സഹോദരൻ ഇങ്ങനെ ബാനറൊക്കെ ഇടുന്ന സഹോദരന്മാരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ നാടിന് നന്മയാകും. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ലോകത്തുനിന്ന് ഇവിടെ പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മൾ കുടുംബത്തിന് ഉപകാരം ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നാടിന് വേണ്ടി എന്ന് പറയും. ഇത് നമ്മൾ ബാനർ കീറുകയോ മറ്റുള്ള കുത്തിത്തിരിപ്പോ MDMA കഞ്ചാവോ വലിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. അതിൻ്റെ അനിയന്മാരാണെങ്കിൽ ഏട്ടന്മാരാണൊക്കെ പറയാനുള്ളത്. നമ്മൾ അതൊന്നും ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിനൊന്നുമില്ല. നമ്മളെ അമ്മേൻ്റെയോ അച്ഛൻ്റെയോ തല വെട്ടി കീറിയോണ്ടോ നമ്മളെ അനിയന്മാരെ ബിരിയാണി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവൻ്റെ തല അടിച്ച് പൊളിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല. നിങ്ങളെ കുടുംബം, അതായത് നിങ്ങളുണ്ടാക്കിയതല്ല ഈ കുടുംബം. ഈ കുടുംബത്തിൻ്റെ മഹിമയും ഈ കുടുംബത്തിൻ്റെ തറവാടിൻ്റെ മഹിമയൊക്കെ പരമ്പരാഗതമായിട്ട് അങ്ങ് പുരാതന കാലം മുതൽക്ക് ഇങ്ങ് തുടർന്ന് പല പ്രഗത്ഭന്മാരും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു അച്ഛനെയും അമ്മയും തല അടിച്ച് പൊളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നിങ്ങളെക്കാട്ടിലും മുന്നേ തലമുറ മുന്നേ പല പ്രഗത്ഭന്മാരും നിങ്ങളെക്കാളും വലിയ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. ആ പ്രഗത്ഭന്മാരായ പ്രതാപികളായ നിങ്ങളെ തറവാട്ടുകാരന്മാരുണ്ടാക്കി വെച്ചതാണ് എന്ത് ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ അഹങ്കരിക്കുന്ന ഈ ഒരു വീടും അല്ലെങ്കിൽ ഈ സമ്പത്തും സാഹചര്യങ്ങളൊക്കെ തന്നെ. ആ സമ്പത്തും സാഹചര്യം അവൻ അത്രയും കഷ്ടപ്പെട്ടിട്ടും അതുപോലെ തന്നെ അവർ അത്രയും ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടിട്ടും അതുപോലെ തന്നെ അവരുടെ എല്ല് നീരാക്കുക എന്ന് പറയും. എല്ല് നീരാക്കി ഞാൻ സമ്പാദിച്ചെന്ന് പറയും. അങ്ങനെ ഉണ്ടാക്കിയതാണ്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി വെച്ച സ്വത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നശിപ്പിക്കുന്നത്. അങ്ങനെ നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾക്ക് ഈ ലഹരീൻ്റെ പുറത്തുള്ള ഈ അഹങ്കാരത്തെ നിങ്ങൾ പലതും പറയും, ഇതൊക്കെ വെറുതെയാണ്, ഞാനും അങ്ങനെയാവും. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആത്മാവിനെ പറ്റി പറയും. ചിലപ്പം നിങ്ങൾ എത്ര വിശ്വാസി അല്ലെങ്കിലും നിങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അമ്മയോ അച്ഛനോ എന്ത് ചെയ്യും, വിശ്വാസികളാണെങ്കിൽ അവർ കൊണ്ടുപോയി നിങ്ങളെ ഗംഗയിലോ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നിമജ്ജനം ചെയ്യുന്നത് കാണാം. ഇപ്പം രാമേശ്വരോ അങ്ങനെയൊക്കെ പറയണം. പക്ഷെ നിങ്ങളിലെ അഹങ്കാരങ്ങൾ മുഴുവനും, നിങ്ങൾ ചെയ്തു വെച്ച ഈ അഹങ്കാരങ്ങൾ മുഴുവൻ നിങ്ങൾ മരിക്കുമ്പോൾ ഇല്ലാതെയാവുക. ഇതിപ്പം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ അഹങ്കാരമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ ഈ ലോകത്ത്? അല്ലെങ്കിൽ നിങ്ങളെ ഈ അമ്മയ്ക്കോ അച്ഛനോ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇല്ല. താൽക്കാലിക സുഖത്തിന് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊന്നും ഓർക്കുക, നിങ്ങൾ ഈ നാടിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം നിങ്ങളെ മനസ്സിൽ വെക്കുക. ആ മനസ്സിൽ ആ ചോദ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം ധാര ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്തു. ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്യണം. നമുക്ക് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഞാൻ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അതിന് പല ആളുകളെയും സഹായം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഷെയർ ചെയ്യും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ ഈ പ്രദർശനം എന്ന് പറഞ്ഞ ഈ ഡോക്യുമെൻ്ററി യൂട്യൂബിൽ അടിച്ചാൽ പ്രദർശനം എന്ന് അടിച്ചു കഴിഞ്ഞാൽ പ്രദർശനം ഡോക്യുമെൻ്ററി എന്ന് കാണും. ആ ഡോക്യുമെൻ്ററി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡും കാണാൻ കഴിയില്ല. ഇപ്പം വരുന്ന ഈ ഡോക്യുമെൻ്ററിൻ്റെ എപ്പിസോഡൊന്നും കാണാൻ കഴിയില്ല. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തിയതിനു ശേഷം ഓൾ എന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡും ഓട്ടോമാറ്റിക്കായിട്ട് വരുള്ളൂ. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.